ഇപ്പോൾ ലോറി സമരം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് മൊത്തം പട്ടിണിയായിരിക്കും, അത് ഉറപ്പാണ്. സൂക്ഷിച്ച് പോകണം എന്നെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ പാർക്ക് ലൈറ്റ് ഇട്ടല്ലേ ഓടുന്നത്, അപ്പോൾ എന്ത് ആംബുലൻസ് ആണോ ചോദിക്കുന്നത്? ഈ പാർക്ക് ലൈറ്റ് ഇട്ടിട്ട് ഓടിയെന്ന് പറയുന്നത് ഇപ്പോൾ ആംബുലൻസ് ആണോ? ഈ പാർക്ക് ലൈറ്റ് ഇട്ടതിന് 50 രൂപ തരണമെന്ന്, അങ്ങനെ അതൊരു കാര്യങ്ങളുണ്ടാവും. പക്ഷേ കർണാടകയിലാണെങ്കിൽ നമ്മളെ വണ്ടീൻ്റെ ടയർ വരെ മറിഞ്ഞ വണ്ടീൻ്റെ ടയർ വരെ അടിച്ചുകൊണ്ട് പോകും. ഹായ്, ഹലോ, വെൽക്കം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ചർച്ചാ വിഷയമായിട്ട് വന്നിട്ടുള്ളത്, നമ്മളെ യൂട്യൂബിൽ ഐബഡി എന്ന് പറഞ്ഞ ചാനലുണ്ട്. ആ ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. ആ ചാനൽ വണ്ടികളെ കുറിച്ചുള്ള ആ അണ്ണൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ വണ്ടികളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ തുടങ്ങിയൊരു ചാനലാട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന ചാനൽ. 2 ദിവസം മുമ്പ് അണ്ണൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മളിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിടയ്ക്ക് ലോറിയിൽ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഡ്രൈവർ പറഞ്ഞ ഒരു അനുഭവം കട്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ നമുക്ക് ആ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേട്ടോക്കാം. നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞുതരാം, കേരളത്തിൽ എല്ലാവിധ സാധനങ്ങളും വരുന്നത് അന്യ സംസ്ഥാനത്തു നിന്നാണ്. ആ കൊണ്ടുവരുന്നത് കേരളത്തിലുള്ള ലോറിക്കാരാണ്. അത് നമ്മളെ കേരള സർക്കാർ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, പിന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ്, എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ടിയിട്ട് തരാനുള്ള. നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ എത്തണം, അതിനു വേണ്ടി സർക്കാർ ഒന്ന് നമ്മളെ സഹായിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പോയിട്ട് പറഞ്ഞ ജീവൻ പണയം വെച്ചിട്ടാണ് പോയിട്ട് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, ഈ കേരളത്തിനകത്ത് ഓടുന്ന എല്ലാവിധ പ്രത്യേകിച്ച് ഏരിയകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡ്രൈവർ പറഞ്ഞ കാര്യം ചേട്ടാ, അതായത് നമ്മുടെ നാട്ടിൽ, നമ്മളെ കേരളത്തിലേക്ക് എല്ലാ സാധനവും, ഞാനും ലോറിയിൽ പോയിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു 2 ആഴ്ചത്തോളം ഞാൻ ലോറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലേക്കുള്ള പകുതി സാധനങ്ങളും നമ്മൾ കേരളത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്. പച്ചക്കറി കാര്യങ്ങളെല്ലാം മൊത്തം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടിരുന്നതാണ്. അപ്പോൾ പകുതിയും കൊണ്ടിരുന്നത് ലോറിയിലാണ്. ആ ലോറി ഡ്രൈവർ ഇപ്പോൾ ലോറി സമരം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് മൊത്തം പട്ടിണിയായിരിക്കും, അത് ഉറപ്പാണ്. ലോറിക്കാർ അത്ര റിസ്ക് എടുത്ത് കൊണ്ടുതരുന്ന സാധനം നമ്മുടെ അടുത്ത് വെട്ടി വീഴുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം ഈ വണ്ടി സ്റ്റേറ്റ് വിട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വന്നാലും ഈ ഒരു പ്രശ്നമുണ്ട്. കാരണം അത്ര ലോഡും കൊണ്ടുവരുന്ന വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയി അഭ്യാസം കളിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അങ്ങനെയുണ്ട്. ഈ സാധനം ലോറിയുടെ എത്തിയാലേ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം തിന്നാൻ പറ്റും എന്നൊരു ചിന്താഗതി എല്ലാവർക്കും വേണം. അതൊരു വേറൊരു കാര്യം കേട്ടോ. അങ്ങനെ ചിന്താഗതി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ആ ലോറിക്കാരെ പുച്ഛിക്കുക, ലോറിക്കാരെ വണ്ടി അത്ര ലോഡ് കൊണ്ടുവരുന്ന വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയി സഡൻ ബ്രേക്ക് ഇട്ട് ആ വണ്ടിനെ ബുദ്ധിമുട്ടിക്കുക, കയറ്റം കയറി വരുന്ന വണ്ടിയുടെ മുമ്പിൽ പോയി അതിന് മുമ്പിൽ ഡിസ്കോ കളിക്കാം. അപ്പോൾ ഈ ഹെവി ആയിട്ട് വണ്ടി ഓടിക്കുന്നതാണ് വിഷമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ലോഡും കൊണ്ടുവരുന്ന വണ്ടി അത് നമ്മൾ അതിന് മുമ്പിൽ ഇട്ട് അഭ്യാസം കളിക്കും, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതിൽ മാറി നമുക്ക് ഈ അണ്ണൻ പറഞ്ഞ കാര്യം പറയാം. നമ്മൾ സ്റ്റേറ്റ് വിട്ട് പോകുമ്പോൾ പ്രശ്നം പറഞ്ഞാലുണ്ട് അറിയോ, നമ്മളെ വണ്ടി കണ്ടാൽ ഭയങ്കരമായിട്ട് നമ്മളെ വേർതിരിച്ച് കാണലാണ്. അത് നമ്മളെ വീഡിയോ തന്നെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് കർണാടകയിൽ ഭദ്രാവതി വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയോടിൽ പ്രത്യേക അങ്ങോട്ട് നമ്മുടെ വണ്ടി കാണുമ്പോൾ അവരോടുള്ള ഒരു പെരുമാറ്റമില്ലേ, ഭയങ്കര മോശം പെരുമാറ്റം. കർണാടകയിൽ പോയപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പോയപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അനുഭവങ്ങൾ ഉണ്ടായ ഡ്രൈവർമാർ ഒരുപാട് ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി കാണുമ്പോൾ ഇല്ല പ്രശ്നം, വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും ചൊറിഞ്ഞ് കയറലാണ്. നമ്മ ചെറിയ 3 പിള്ളേരാണ്, 3 പിള്ളേർ. നമ്മളെ വണ്ടിയോടിലെ പ്രശ്നമൊന്നും അങ്ങനെ വലുതായൊരു പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ എന്നാലും കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ലോറി ഡ്രൈവർ എന്നൊരു പുച്ഛഭാവം ഉണ്ടായി. വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മോട് അങ്ങനെ ചൂടാവലും, വണ്ടി എടുത്ത് വെക്കുമ്പോൾ ആട് നിർത്തി മാറ്റാൻ പറയലും, അങ്ങനത്തെ ഒരു കേരളത്തിലുണ്ടായിനി. പക്ഷേ പുറമെ പോയപ്പോഴും വണ്ടി നമ്മൾ പുറമെ പോയപ്പോൾ അത് കർണാടക, നമ്മുടെ വണ്ടി സ്റ്റേറ്റ് കടന്ന് കർണാടക പോയപ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷേ ഈ എണ്ണം പറഞ്ഞതൊക്കെ വേറെ ഡ്രൈവർ വന്ന് പറഞ്ഞിട്ടുണ്ടായി, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ സൂക്ഷിച്ച് പോകണം എന്നെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ടായി. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ലോഡ് എടുക്കാൻ പോകുന്നിടത്ത് വരുമ്പോൾ നമ്മൾ വണ്ടി കാണുമ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ എണ്ണം പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മളെ എല്ലാ സാധനങ്ങളും, നമ്മളെ ഭക്ഷ്യവസ്തു, നമുക്ക് എന്തെല്ലാം ഉപയോഗിക്കണമെന്നോ അല്ല ഈ ലോറി വഴിയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്ന ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറികൾ, എല്ലാ കാര്യങ്ങളും നമ്മളെ വണ്ടിയിലാണ് വരുന്നത്, ലോറിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റേറ്റ് വിട്ട് പോകുമ്പോൾ ഡ്രൈവർമാരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ എറണാകുളത്ത് ഞങ്ങൾക്കൊരു എണ്ണം കിട്ടിയിട്ടുണ്ടായി. എണ്ണം പറയുന്നുണ്ടായി, പുറത്തേക്ക് പോകുമ്പോൾ കത്തിയില്ല, ഞങ്ങൾക്ക് പുറത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം വണ്ടി അവിടെ ഒന്ന്
ഉറങ്ങാൻ പോലും സമയമില്ല. വണ്ടി ഡീസൽ അടിച്ചുകൊണ്ട് പോവുക, ഇതെല്ലാം അവനെ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോവുക. അതിലേക്കാണ് ഈ വീട് പറഞ്ഞത്. നമുക്ക് അടുത്ത അതിലേക്ക് പോവാം, ബാക്കി കേട്ടോക്കാം. ഈ ബീഹാർ ഏരിയ, അതുപോലെ തന്നെയുള്ള ബീഹാർ, ഈ മുംബൈയില് മഹാരാഷ്ട്രയിൽ കയറി കഴിഞ്ഞാല് പിന്നെ ആന്ധ്രാപ്രദേശ് ചില ഭാഗങ്ങളിലുണ്ട്. അതെ, മഹാരാഷ്ട്രയിലെ മിക്കുള്ള സ്ഥലത്തും നമുക്ക് ഏതൊരു സേഫും ഇല്ല. ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോണ പോലീസുകാർ വരെ വന്നിട്ട് പൈസ പിരിവ് മാറ്റാണ്ട് പോണ ആൾക്കാരുണ്ട്. മഹാരാഷ്ട്ര ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷെ ആരും പറയാത്ത കാര്യമാണ് മഹാരാഷ്ട്രയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പോലീസുകാരെ കൊണ്ട് ശല്യം, അതിനെ ഞാൻ പറഞ്ഞത്. കേല് വണ്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ പോലീസുകാരെ പ്രശ്നമാണ്. പിന്നെ ഒരു യൂണിഫോം ഇല്ലാത്തവരെ കൈ കാണിക്കും. ഞങ്ങൾ മറ്റേ എന്ന് പറയൽ കർണാടക വഴി തമിഴ്നാട്ടിലേക്ക് എത്തിയ സമയത്ത് രാത്രി പോകുമ്പോൾ എന്തായാലും പാർക്ക് ലൈറ്റിലിട്ടിട്ട് വണ്ടി ഓടിക്കാൻ പറ്റൂ. വണ്ടി ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ 50 കൊടുത്തു, രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ 50 കൊടുത്തു. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റില്ല, വെറുതെ ഇങ്ങനെ നടക്കുന്നു, വെറുതെ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കൈ കാണിക്കുന്നു. ആടെ 50 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ ഡ്രസ്സിൽ വന്നിട്ട് വേറൊരാൾ അവിടെ നിന്ന് പൈസ കൊടുത്തു. അങ്ങനെ ചെക്ക് പോസ്റ്റിലെല്ലാം കഴിഞ്ഞ് ചുരലിറങ്ങി താഴെത്തി. ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുത്തു 50. തൊട്ട് മുമ്പിൽ നിന്ന് ഒരാൾ കൈ അടിച്ച് പറഞ്ഞു, വണ്ടി ഫുൾ ലൈറ്റ് ഇട്ടിട്ട് എന്തേ പോകുന്ന ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ടല്ലേ ഓടുന്നത്. അപ്പോൾ എന്ത് ആംബുലൻസ് ആണോ ചോദിക്കുന്നത്? ഈ പാർക്ക് ലൈറ്റ് ഇട്ടിട്ട് ഓടിയതിന് പറയുന്നത് ഇപ്പോൾ ആംബുലൻസ് ആണോ? ഈ പാർക്ക് ലൈറ്റ് ഇട്ടതിന് 50 രൂപ തരണമെന്ന്. അങ്ങനെ ആടെ 50 രൂപ കൊടുത്തു. ഭയങ്കര ഈ പോലീസുകാരെ നിന്ന് കൈമടക്ക് വാങ്ങുന്നത് ഭയങ്കരമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം പോയപ്പോൾ ഒരു 10 കിലോമീറ്ററോളം കഴിഞ്ഞപ്പോൾ ഹൈവേയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അവൻ കാക്കിയിട്ടില്ല, ലൈസൻസ് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്തേ കാക്കിയിടാത്ത ചോദിച്ചു. അതിന് 50 വാങ്ങി. പിന്നെ ഈ കാണുന്നിടത്ത് ഈ പോലീസിൻ്റെ യൂണിഫോം ഉണ്ടാവില്ല, എന്നാലും അവർ വണ്ടി കൈ നീട്ടിയിട്ട് പൈസ വാങ്ങുന്ന സ്വഭാവം. അത് നമ്മളെ കേരളം വിട്ട എല്ലായിടത്തും കാണുന്ന കേട്ടോ. കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ പൈസ പിരിവ് ഭയങ്കരമായിട്ടുണ്ടാവും. അതൊന്ന്. പിന്നെ അത് ഈ എണ്ണം പറഞ്ഞാൽ ശരിയാണ്. ഞങ്ങൾ ആ വണ്ടിയിൽ പോയപ്പോൾ ഒരുപാട് പൈസ ഞങ്ങൾക്ക് ചിലവന്നെ ഇപ്പം പിരിവന്നായിട്ട് 10,000 മേലെ ആയിനി പിരിവ് കൊടുത്തിട്ടുണ്ട് ഈ പോലീസുകാർ. നമ്മളിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ പോലീസുകാരിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ അവരെ കഞ്ഞുപിടിക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നൊരു ഇതായിട്ട് നമുക്ക് തോന്നും. എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിനും പൈസ പിരിക്കും. ഗവൺമെൻറ്റിന് പൈസയും കിട്ടിച്ചും വണ്ടിക്കാരിൽ നിന്ന് ഓരോരോ പൈസ വാങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അനുഭവം നമുക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ നമുക്ക് അടുത്ത് ബാക്കി കാണാം. അതെ, പിന്നെ ടോളുകാർ ഭയങ്കര വിഷയമാണ്. നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. നമ്മളെ കേരള സർക്കാർ അന്യ സംസ്ഥാനത്ത് നിന്ന് പറഞ്ഞ വണ്ടിക്കാർക്ക് കേരളത്തിൽ കൊടുക്കുന്ന ഒരു മാന്യതയുണ്ട്, അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിൽ കൊടുക്കുന്ന ഒരു മാന്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു മാന്യത കിട്ടണം. അതിന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ, പിണറായി സർക്കാർ ഒന്ന് നമ്മളെയും അതിഥിയായിട്ട് അവർ കാണണം. അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വളവിൽ വണ്ടി പറഞ്ഞു. കർണാടകയിൽ നിന്ന് വന്ന ശബരിമലയിൽ നിന്ന് വന്ന ബസ് മറിഞ്ഞിട്ടുണ്ടായി. ബസ് മറിഞ്ഞിട്ടുണ്ടാകുമ്പോൾ സ്വാമിയോര ബസ്സാട്ടോ, എൻ്റെ കുറച്ചപ്പുറം. ആ വണ്ടിയിൽ ഒരുപാട് സാധനങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു കാര്യങ്ങൾ. അപ്പോൾ വണ്ടി ആടെ ഏകദേശം 10 ദിവസത്തോളം കിടത്തിട്ടുണ്ടായി, വണ്ടി അവരെടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വണ്ടി പറഞ്ഞ സമയത്ത്, വണ്ടി അവിടെ വെച്ച സമയത്ത് ലോറി ഡ്രൈവറായ ഒരാൾ ആടെ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായി, ഇത് കർണാടകയിലാണ് ഈ നമ്മളെ KL വണ്ടിയാണ് കർണാടകയിൽ മറിഞ്ഞെങ്കിൽ നമ്മളെ വണ്ടിയിൽ ഒരു സാധനങ്ങളും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടാണ് മറ്റേ നമ്മളെ വണ്ടിയിൽ നിന്ന് സാധനം അടിച്ചുകൊണ്ട് പോകുക. നമ്മൾ കേരളത്തിൽ പോകുമ്പോൾ നമ്മളെ വണ്ടിയിൽ സാധനം അടിച്ചുകൊണ്ട് പോകുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടാവും. പക്ഷേ കർണാടകയിലാണെങ്കിൽ നമ്മളെ വണ്ടിയുടെ മറിഞ്ഞ വണ്ടിയിൽ നിന്ന് ടയർ വരെ അടിച്ചുകൊണ്ട് പോകും. പിന്നെ വേറെ കാര്യമുണ്ട്, വണ്ടി ഇപ്പം മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ സാധനങ്ങൾ വരെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അവരെ സഹായിക്കും, ഡ്രൈവറെ സഹായിച്ച് നമുക്കൊരു സ്ഥലത്ത് എടുത്തു വെക്കാനെങ്കിൽ സഹായിക്കും. പക്ഷേ നമ്മളെ സ്റ്റേറ്റ് വിട്ട് പോയി വണ്ടിയിൽ മറിഞ്ഞ് നമ്മളെ വണ്ടിയിൽ സാധനങ്ങളുണ്ടെങ്കിൽ ആ സാധനങ്ങൾ വരെ അവരടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ മനുഷ്യന്മാരാണ് നമ്മുടെ സ്റ്റേറ്റ് വിട്ടിലെ ആൾക്കാർ. അതുമാത്രമല്ല, നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടില്ല, അത് ഉറപ്പാണ്. നമ്മളൊരു ദേശത്തോടെ നമ്മളൊരു മുഖം ദേശത്തോടല്ല നമ്മളെ നോക്കൽ, ദേശത്തോടെ നോക്കും. നമ്മളോടൊരു എന്തൊരു പുച്ഛം കണക്കെ ഇത്. പക്ഷെ കൂടുതൽ കള്ളന്മാരാട്ടോ കൂടുതൽ നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ. കാര്യം പറയാലോ, ലോറിയുടെയും സേഫായി നിർത്താൻ പറ്റില്ല ഒരിക്കലും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സേഫായി നിർത്താൻ പറ്റില്ല പറഞ്ഞാൽ നമ്മൾ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അതാണ് പ്രത്യേകത. നമുക്ക് ബാക്കി കാണാം. അതാണ് നമ്മൾ കാണുമ്പം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലാതെയൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മളെ വണ്ടി കാണുമ്പോഴത്തേനും
ഇതൊക്കെ ആയിപ്പോ. പിന്നെ അതായത് ലോക്കൽ വണ്ടി അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പല വിധത്തിൽ നമ്മളെ നമ്മളെ കഴിവിന്റെ പരമാവധി അവര് നമ്മളെ അതിന് ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഇതിനെ കാണിച്ചു തരാം. നിങ്ങളുടെ പോയോ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ലോഡും കൊണ്ട് പോകണമെന്ന് വെച്ചു. ഈ ലോഡും കൊണ്ട് പോകുമ്പോഴത്തേനും ഇതിപ്പോ മഴ നനയായിരിക്കുമ്പോൾ ടാർപ്പ താത്തിട്ടൊക്കെയാണ്. ടാർപ്പ മടക്കി കഴിഞ്ഞ് ഈ ടാർപ്പ മടക്കി കഴിഞ്ഞ് ഈ ഡോറും അടച്ചു കഴിഞ്ഞാല് നമ്മള് ഫ്രണ്ട് ക്യാബിലാണ് ഇരിക്കുന്നത്. നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. നമ്മള് പോകുമ്പോ ഒരു സാധാരണ ഒരു ഹമ്പ് ചാടുമ്പോഴത്തേനും ഈ ബമ്പറിൽ കൂടെ ബമ്പറില്ലേ ആ ബമ്പറിൽ കൂടെ ചവിട്ടി ഇതിലെ പിടിച്ച് നേരെ മേളിൽ കയറി കഴിഞ്ഞാല് ഇത് അവര് കത്തി കൊണ്ട് ഈ ടാർപ്പ കയറും. ഈ ടാർപ്പയുടെ വില തന്നെ അവർക്ക് ഊഹിക്കാൻ 49,000 രൂപയ്ക്ക് മേളിലുണ്ട് ടാർപ്പയുടെ വില. ഈ ടാർപ്പ കീറിയിട്ട് ഇതിനകത്തുള്ള സാധനം എടുത്ത് വേറെ റോട്ടി കളയും. ഇവരെ വണ്ടി തന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നോണ്ടിരിക്കും. നമ്മളറിയത്തില്ല. അതാണ് ഏറ്റവും പ്രശ്നം. അതായത് നമ്മളിപ്പോൾ ഒരു ലോഡും കൊണ്ട് പോകുന്നു. നമ്മൾ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ടത്തിന് ദൂരത്തിനനുസരിച്ച് ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ മറ്റേ എന്താ പറയുക അവരുടെ ശമ്പളം, ഡ്രൈവറിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്ര ദൂരം കിട്ടുന്നോ അതിൻ്റെ ഒരു 10% ഡ്രൈവറിൻ്റെ ശമ്പളം. അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ റിസ്ക്കിലാണ് വണ്ടി മൊത്തം. നമ്മളിപ്പോൾ മലയാളി ഇപ്പോൾ എനിക്ക് വണ്ടി തന്നാൽ എൻ്റെ റിസ്ക്കിലാണ് ഞാൻ മൊത്തം ഓടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓടിക്കുന്ന സമയത്ത് എൻ്റെ ഭാഗത്ത് എന്ത് വന്നാലും അത് എൻ്റെ തലയിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ അണ്ണം പറഞ്ഞ കണക്ക് തന്നെ ഈ ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ വണ്ടിയിൽ നിന്ന് എന്ത് സാധനം മോഷണം പോയാലും അത് ലോറിക്കാരൻ്റെ മുകളിലൊക്കെ വരല്. അപ്പോൾ ഇതിനൊക്കെ തെണ്ടിത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സ്റ്റേറ്റ് വിട്ടാൽ. അവരെ ഒട്ടുക്കത്തൊക്കെ നമ്മളെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ പുറമെ പോയി കഴിഞ്ഞാൽ ഈ നായ്ക്കളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അതാണ് ഇപ്പോൾ എണ്ണം പറഞ്ഞത്. അത് ഞാൻ മാത്രമല്ല നമ്മളെ കൂടെ വന്ന ഡ്രൈവർമാർ ചില ആൾക്കാർ പറയുന്നുണ്ടായി ഇങ്ങനത്തെ ഒരു അനുഭവം. അതായത് സേഫായിട്ട് നമുക്ക് ഈ സാധനം എത്തിക്കാൻ പറ്റില്ല. ഒരു സെഞ്ചുറി കൊണ്ട് നമുക്ക് ഈ വണ്ടിയിൽ ഓടിച്ച് അവിടെ എത്തിക്കാൻ പറ്റും. അങ്ങനത്തെ ഈ സംഭവം ഇത് മോഷണം പോയി കഴിഞ്ഞാൽ അത് നമ്മളെ ഡ്രൈവറുടെ തലയിലാവും. നേരെ സൈറ്റിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോഴായിരിക്കും നമ്മുടെ വണ്ടിയുടെ മുതലും പോയിട്ടുണ്ട്, ടാർപ്പയും പോയിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട്. പിന്നെ കൊണ്ടുപോകുന്ന ആളുടെ പൈസ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഡ്രൈവർ കൊടുക്കണം. അതെ, അങ്ങനത്തെ ഒരു അവസ്ഥ മുതലാളി ഇതിൽ കേൾക്കത്തില്ല. ആവശ്യം ഇതിൽ എന്തെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ അത് ഡ്രൈവർ കൊടുക്കേണ്ടി വരും. മുതലാളി ഇതിൽ നിന്ന് കാലം വരും. അതുപോലെ ഈ നമ്മൾ ഈ പടുതയ്ക്ക് നല്ല വിലയുണ്ട് കേട്ടോ. 42,000 രൂപ വിലയുണ്ട്. ആ സാധനം അതിന് മുകളിൽ കെട്ടി മഴ കൊള്ളാണ്ട് ഈ സാധനം സുരക്ഷിതമായി നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുമ്പോൾ ആ ഒരു ഡ്രൈവറിൻ്റെ എഫേർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു കേരളത്തിലേക്ക് ഈ സാധനം പച്ചക്കറിയും സാധനങ്ങളിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അയാൾ അത്രയും കഷ്ടപ്പെട്ട സാധനം കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു സേഫും ഇല്ല ഈ ഡ്രൈവർക്ക്. അപ്പോൾ അത് കിട്ടണം. അതായത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേ പരിഗണന അവരുടെ നാട്ടിൽ കയറിയാൽ നമ്മുടെ കേരള വണ്ടിക്ക് കിട്ടണം എന്നാണ് നമ്മളെ ഡ്രൈവർ എണ്ണം പറഞ്ഞത്. അതൊരു ശരിയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവർ ഈ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ രാവിലെ ഒരു ചായ കുടിക്കണമെങ്കിലും ചോറ് കഴിക്കണമെങ്കിൽ ഈ അരി സാധനങ്ങളെല്ലാം പച്ചക്കറി അടക്കം ഈ സാധനം നമ്മൾ എത്തണമെങ്കിൽ ഇവർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂ. അതാണ് ലോറി. ഇവരുടെ ലൈഫ് അങ്ങനെയാണ്. നമ്മുടെ ജീവിതം വരെ അവരുടെ വണ്ടിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളും അവരോട് നല്ല മാന്യമായി പെരുമാറണം. ഇപ്പോൾ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വരുമ്പോഴും നമ്മളിപ്പോൾ മുമ്പിലൊരു ലോഡ് വണ്ടി, നമ്മളിപ്പോൾ കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ മുമ്പിൽ ലോഡ് വണ്ടി പോയെങ്കിൽ അതിൽ നമുക്ക് ആവശ്യമില്ല സാധനമായിട്ട് വരുന്നൊരു വണ്ടിയാണെന്നൊരു ചിന്ത നമുക്ക് വേണം. അപ്പോൾ പച്ചക്കറി മാത്രം നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വണ്ടി വഴിയാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ഒരു മാന്യമായി സംസാരിക്കണം. ഇപ്പോൾ ചില വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ട്. ചില ലോറിക്കാരെ പോയി ചീത്ത വിളിക്കുന്നതും എന്താ വണ്ടി സ്പീഡ് കയറ്റി വിടാത്തതെന്ന് ചോദിച്ചിട്ട് കാലം. പക്ഷേ അവർക്ക് കയറ്റം കയറുന്ന സമയത്ത് ഈ ഹൈ ഗിയറിൽ കയറുന്ന വണ്ടി നിങ്ങൾക്ക് സ്ലോ ആക്കിയിട്ട് വേറെ മുമ്പിൽ കയറ്റി വിടാൻ അവർക്ക് പറ്റില്ല ഒരിക്കലും. അവർ ആ ഗിയറിൽ കയറിപ്പോകുന്ന വണ്ടി ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയറിപ്പോകാൻ ഒരുപാട് പാടുണ്ട്. അപ്പോൾ അവരെ വിഷമവും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കി കാണാം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴില്ലാതെന്നല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും കൂടുതലും പുറത്താരും സ്പ്രെഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് ആരും അധികം സംസാരിക്കാറില്ല. അല്ല, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഡ്രൈവർമാര് മുമ്പിട്ട് ഇറങ്ങണം. എന്നാലല്ലേ നാളെ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം. നമ്മളും നാളെ ഇതിൽ പെടും എന്നുള്ള ചിന്ത ആർക്കും ഇല്ല. തീർച്ചയായിട്ടും വേണം. എന്നാലും കേരളത്തിലുള്ള ഡ്രൈവർമാർക്ക് ഒരു അതെ ഇപ്പോൾ അണ്ണൻ പറഞ്ഞ മനസ്സിലല്ലേ, അതായത് നമ്മളെ ലോറി ഡ്രൈവർമാരെ പ്രശ്നമാണ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അതായത് നമ്മളെ സ്റ്റേറ്റ് വിട്ടു പോകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേരള സർക്കാർ ഇത് എന്തെങ്കിലും കണ്ടിട്ട് ഇവർക്ക് എന്തെങ്കിലും പരിഗണന എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നാണ് അവരിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ലോറി ഡ്രൈവർമാരെ മാത്രമല്ല, നമ്മളെല്ലാവരും സംസാരിക്കേണ്ട വിഷയമാണ്. നമുക്ക് വേണ്ടി അവർ രാവും പകലും ഉറക്കൊഴിഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടിരുന്നു. പക്ഷേ ഈ ലോറി ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുച്ഛമായ കൂലിയെ കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കണ്ട ഇത്ര ദൂരം ഓടിയിട്ട് ഭയങ്കര ശമ്പളമുണ്ട്
പക്ഷെ അവർ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അവർ രാവും പോലെ ഉറക്കം ചെയ്യാതെ ഓടുന്നു. അത് നമുക്ക് വേണ്ടിയാണ് ഓടുന്നതിൽ ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം. അവരൊരു പ്രശ്നമാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഏകദേശം യൂട്യൂബിൽ ഫേസ്ബുക്കിൽ അത്ര ആൾക്കാർ കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് റിയാക്ഷൻ ചേഞ്ച് വന്നു. കാരണം നമ്മൾ വണ്ടിയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണം പറയുന്ന കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളും ഇപ്പോൾ നമ്മൾ പുറമെ പോയി, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് വിട്ട് നമ്മളൊരു കാറും ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ലോഡാണ് ആ പോകുന്നൊരു ചിന്ത നമുക്കും വേണം. നമ്മളെ കേരളത്തിൽ കണ്ടിട്ട് നമ്മളെ മുമ്പിൽ പോകുന്നൊരു വണ്ടി അത് നമുക്ക് വേണ്ടി പോകുന്നതെന്നും കൂടി ചിന്തിക്കണം. അപ്പോൾ ലോറി ഡ്രൈവർമാരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരും, ചെയ്യണം. എന്തായാലും അവരെ കൈകൂപ്പിയാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാവും. അതൊന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയില്ല. നമുക്ക് അടുത്ത വീഡിയോ വെച്ചിട്ട് വീണ്ടും കാണാം. ഇനി ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ വീഡിയോ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.